ഹലോ ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതിയോടും എല്ലാവരോടുമായിട്ട് നമ്മുടെ മുത്തശ്ശി അമ്പലത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറയാണ്. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, അത് അഞ്ജലി ചേച്ചിക്ക് ബുദ്ധിമുട്ടായിരിക്കും ഞാൻ വന്നാൽ, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടി അങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് പോവാണ് കേട്ടോ. ആ സമയത്ത് ശ്രുതി റൂം തുറന്നിട്ട് പറയുന്നുണ്ട്, എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് ചേച്ചിയാണെന്നാണ് ഞാൻ ഇതുവരെ വിചാരിച്ചത്. ആ ചേച്ചി തന്നെ എന്നോട് ഇങ്ങനെയൊക്കെ പറയാന്ന് വെച്ചാൽ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോയിട്ട് അലമാരി അങ്ങ് തുറക്കുകയാണ് കേട്ടോ. അവിടെയാണെങ്കിൽ നമ്മുടെ അശ്വിൻ അവിടെ കയറി ഇരിക്കുന്നുണ്ടാവേ. അത് കണ്ടതും നമ്മുടെ ശ്രുതി അങ്ങ് ആർത്ത് വിളിക്കുകയാണ് കേട്ടോ. അയ്യോ അയ്യോ, ശബ്ദം ഉണ്ടാക്കല്ലേ എന്ന് പറയുമ്പോൾ ശ്രുതി മിണ്ടാതെ നിൽക്കണേ. അല്ല, നിങ്ങൾ എന്തിനാ ഈ അലമാരിയിൽ കയറിയിരിക്കുന്നത്? എന്താ പേടിച്ചു പോയോ? നിങ്ങൾ അലമാരിയിൽ കയറിയിരിക്കുന്നതിന് ഞാൻ എന്തിനു പേടിക്കണം? ഞാനൊന്നും പേടിച്ചില്ല എന്നങ്ങ് പറയുന്ന നേരത്ത് അശ്വിൻ ചോദിക്കും, നീ പണ്ട് എന്നെ പേടിച്ച് അലമാരിയിൽ കയറിയിരുന്നത് ഓർക്കുന്നുണ്ടോ നീ? ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല എന്ന് പറയട്ടോ ശ്രുതി. അപ്പൊ ആ അലമാരിയിൽ നിന്ന് എടുത്ത് ചാടിയിട്ട് ശ്രുതിയുടെ കൈ അങ്ങ് പിടിക്കാണ് കേട്ടോ. നിനക്ക് ഓർമ്മയില്ല? നീ അങ്ങനെ ചെയ്തത് നിനക്ക് ഓർമ്മയില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ അശ്വിൻ വന്നിട്ട് ഇങ്ങനെ തുണി മാറ്റുമ്പോൾ ശ്രുതി ആണെങ്കിൽ പേടിച്ച് അവിടെ നിൽക്കുന്നതായിട്ട് ഓർക്കാണേ. അതോർത്ത് ചെറിയൊരു പുഞ്ചിരിയോടെ നമ്മുടെ ശ്രുതി പറയും, ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല, നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതായിരിക്കും എന്നങ്ങ് പറയുന്ന നേരത്ത്, ശരി, നിനക്ക് ഓർമ്മയുള്ള ഒരു കാര്യം ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ ടേബിളിലിരിക്കുന്ന വെള്ളം ഒരു ഗ്ലാസ്സിൽ എടുത്തോണ്ട് വരികയാണ് കേട്ടോ. എന്നിട്ട് ശ്രുതിയുടെ ദേഹത്തേക്ക് ഒഴിക്കുകയാണേ. ശ്രുതി ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. നമ്മുടെ അശ്വിനാണെങ്കിൽ ചിരിച്ചു നിൽക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിന്റെ ലാസ്റ്റ് ഭാഗം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.